വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും രക്ഷാപ്രവർത്തകർക്കും കഴിഞ്ഞ 4 ദിവസമായി ഭക്ഷണ വിതരണം നടത്തുകയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സന്നദ്ധ സംഘടനയായ വൈറ്റ് ഗാർഡ്. ഇവരുടെ സേവനത്തെ പ്രശംസിക്കാത്തവർ ആരുമില്ല. അത്രയ്ക്ക് സന്നദ്ധമായാണ് വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ. കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് നിന്നുള്ള വൈറ്റ് ഗാർഡ് സംഘം കള്ളാട് മഖാം കേന്ദ്രീകരിച്ചാണ് ഭക്ഷണ വിതരണം നടത്തിയിരുന്നത്. എന്നാൽ ഇവരുടെ ഭക്ഷണ വിതരണം നിർത്തണമെന്ന നിർദ്ദേശം പോലീസ് നൽകിയതിന് പിന്നാലെ നിരാശയോടെ മടങ്ങുകയാണ് വൈറ്റ് ഗാർഡിന്റെ ചെറുപ്പക്കാർ. ദിവസവും 1000-ലധികം ആളുകൾക്കാണ് 3 നേരവും രാത്രി രക്ഷാപ്രവർത്തകർ തിരികെ പോകും വരെയും ഭക്ഷണ വിതരണം ഇവർ നടത്തി വന്നിരുന്നത്. ഭക്ഷണ വിതരണത്തിന് പുറമെ രക്ഷാദൗത്യത്തിന് പോകുന്നവർക്ക് പാഴ്സലും ഇവർ നൽകാറുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഭക്ഷണവുമായി പോകുമ്പോഴാണ് ഇവരെ പോലീസ് തടഞ്ഞതെന്ന് വൈറ്റ് ഗാർഡ്സ് പറയുന്നു. ഭക്ഷണം ലഭിക്കാതെ ഒരുപാട് പേരുണ്ട് എന്ന് നാട്ടുകാരൻ കൂടിയായ പഞ്ചായത്ത് മെമ്പറിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പാഴ്സലുമായി തിരിച്ചത്. എന്നാൽ പോലീസ് അങ്ങോട്ടേക്ക് കടത്തിവിടാതിരിക്കുകയും തങ്ങളുമായി തർക്കത്തിലാവുകയും ചെയ്തു. പഞ്ചായത്ത് മെമ്പറുമായി സംസാരിച്ചതിന് ശേഷം വണ്ടി കടത്തിവിട്ടു. എന്നാൽ തിരികെ വരുമ്പോൾ പോലീസ് വീണ്ടും തടഞ്ഞു. തുടർന്ന് പോലീസ് കൺട്രോൾ റൂമിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി. അവിടെ DIG തോമസുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ സേവനം ഇനി ആവശ്യമില്ല എന്നാണ്. അവർ പറയുന്നു, റവന്യൂവിന്റെ ഭക്ഷണം ഇവിടെയുണ്ട്. ഇവിടെ ഫയർഫോഴ്സ് സംഘവും മറ്റ് സേനാംഗങ്ങളും ഒക്കെയുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണം കിട്ടിയില്ലെങ്കിലും ഒരു പുല്ലുമില്ല ചുക്കുമില്ല എന്ന അദ്ദേഹത്തിന്റെ പദവിക്ക് യോജിക്കാത്ത വാക്കുകൾ ഉപയോഗിച്ചാണ് സംസാരിച്ചതെന്ന് വിമർശനം ഉയരുന്നുണ്ട്. ഇനി ഭക്ഷണം വിതരണം ചെയ്താൽ നിയമപരമായി നടപടിയെടുക്കും എന്ന് പറഞ്ഞു. ഒരു അതോറിറ്റിയാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണ വിതരണം തന്നെ അവസാനിപ്പിക്കുകയാണ്. അക്കാര്യം ഇവിടുത്തെ നാട്ടുകാരെയും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഭക്ഷണമുണ്ടാക്കാനായി ഒരുപാട് സാധനങ്ങൾ വാങ്ങിവെച്ചു. അതെല്ലാം എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല, വൈറ്റ് ഗാർഡ് അംഗം പറഞ്ഞു. അതേസമയം വൈറ്റ് ഗാർഡിന് അവസരം നിഷേധിച്ചത് രാഷ്ട്രീയമാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. വയനാട് ദുരന്തത്തിൽ പെട്ടവർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് ഏർപ്പെടുത്തിയ സംവിധാനം നിർത്തിവെക്കാനുള്ള സർക്കാർ ഉത്തരവിനെതിരെ വിമർശനം ശക്തമാണ്. ഒട്ടേറെ പേർക്ക് സൗജന്യമായി നൽകിയ ഭക്ഷണ വിതരണം നിർത്തിച്ചത് ശരിയായില്ല എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞത്. ജൂലൈ 31 രാവിലെയാണ് നരിപ്പറ്റയിലുള്ള വൈറ്റ് ഗാർഡ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഭക്ഷണ വിതരണം ആരംഭിച്ചത്. ഇന്നലെ വരെ 3 നേരവും ആയിരക്കണക്കിന് പേർക്ക് അവർ ഭക്ഷണം നൽകിയിരുന്നതായും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഇവരുടെ ഈ സേവനം ഇപ്പോൾ നിർത്തിവെപ്പിച്ചത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. നിരവധി പേർക്കാണ് 3 നേരവും ഇവർ ആഹാരം നൽകിയിരുന്നത്.